ഹായ് ഹലോ മിസ്സസ് മല്ലോ മിസ്റ്റർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിവിടെ ഹാലോവീനാണ്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ നിൽക്കുന്നത് ഒരു ഹോണ്ടഡ് ഹൗസിലാണ്. ഒരുപാട് പ്രേതങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ പ്രേതങ്ങളൊക്കെ നമുക്ക് കാണാം. കാനഡയിൽ കഴിഞ്ഞ 20 വർഷങ്ങളായിട്ട് ഹാലോവീൻ സമയത്ത് ഈ ഒരു വീട് പ്രേതാലയമായി മാറുന്നു. ഈ വീടിൻ്റെ മുൻവശം മുഴുവനും പ്രേതങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ഒക്ടോബർ 31 ഹാലോവീൻ. ഹാലോവീൻ ആഘോഷിക്കുന്നവർ വീടിന് മുന്നിൽ പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള മത്തങ്ങകൾ കാർവ് ചെയ്ത് വെക്കാറുണ്ട്. ഹാലോവീൻ ദിവസം കുട്ടികളും മുതിർന്നവരും പേടിപ്പിക്കുന്ന രൂപത്തിലുള്ള കോസ്റ്റ്യൂമൊക്കെ ഇട്ട് നടക്കാറുണ്ട്. ഹാലോവീൻ എന്തിനാണ് ആഘോഷിക്കുന്നത്, എങ്ങനെയാണ് ആഘോഷിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ വീടിന് മുന്നിൽ വെച്ചിരിക്കുന്ന ഹാലോവീൻ ഡെക്കറേഷൻസ് ഒക്കെയാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഹാലോവീൻ ഫെസ്റ്റിവൽ ആഘോഷിക്കുന്നവർ വീടിന് മുന്നിൽ ഹാലോവീൻ ഡെക്കർ ഐറ്റംസ് ഒക്കെ വെക്കാറുണ്ട്. ചില വീടുകളാകട്ടെ ഹാലോവീൻ ദിവസം അവരുടെ വീട് ഒരു പ്രേതാലയം എന്ന് തോന്നിക്കുന്ന വിധത്തിലുള്ള ഫീല് തരുന്ന ഡെക്കറേഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും ഒരു സ്ട്രീറ്റിൽ പോകാറുണ്ട്. അവിടെ ഒരുപാട് ഹാലോവീൻ ഡെക്കറേഷൻസ് ഉണ്ട്. ഞാൻ ഈ വീഡിയോ ഹാലോവീൻ ദിവസമാണ് ഷൂട്ട് ചെയ്യുന്നത്. ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു. വൈകുന്നേരമാകുമ്പോൾ ഒരുപാട് കുട്ടികൾ മുതിർന്നവരും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഈ വീടൊക്കെ കാണാൻ വേണ്ടിയിട്ട് വരും. ഈ ഒരു ഏരിയയിൽ ഈ ഒരു വീടിലാണ് ഒരുപാട് പ്രേതങ്ങളൊക്കെ ഇവർ ഡെക്കറായിട്ട് വെച്ചിട്ടുള്ളത്. ഇതുവഴി കാറിലൂടെയൊക്കെ പോകുന്നവരൊക്കെ കാറൊക്കെ നിർത്തി ഇവിടെ വന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് പോകാറുണ്ട്. ഞങ്ങൾ ഈ ഹോണ്ടഡ് ഹൗസിൻ്റെ വീഡിയോസൊക്കെ എടുത്തിട്ട് തൊട്ടടുത്തുള്ള സ്ട്രീറ്റിലോട്ട് പോയി. അവിടെയും ഒരുപാട് ഡെക്കറേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. തൊട്ടടുത്തുള്ള 2-3 സ്ട്രീറ്റിലൊക്കെ പോയിട്ട് കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ വീണ്ടും ഈ ഹോണ്ടഡ് ഹൗസിന് മുന്നിൽ തന്നെ എത്തി. വൈകുന്നേരത്തോടു കൂടിയാണ് ഈ ഹോണ്ടഡ് ഹൗസ് ശരിക്കും ഒരു ഹോണ്ടഡ് ഹൗസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കുറച്ച് ഇരുട്ടി വരുമ്പോഴാണ് ഇവിടുത്തെ ലൈറ്റ്സ് ഒക്കെ ഇവർ ഓൺ ചെയ്യുന്നതും. പിന്നെ ചില പ്രേതങ്ങളൊക്കെ അനങ്ങാതെ നിൽക്കും, പക്ഷേ ചില പ്രേതങ്ങളൊക്കെ അനങ്ങുന്ന പ്രേതങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ വീഡിയോയുടെ അവസാനത്തിലോട്ട് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. മനുഷ്യർ മാത്രമല്ല കേട്ടോ, പട്ടിക്കുട്ടികളും ഹാലോവീൻ കോസ്റ്റ്യൂം ഇട്ട് വരാറുണ്ട്. ഫോൾ സീസണിലാണ് ഹാലോവീൻ ഫെസ്റ്റിവൽ വരുന്നത്. എവിടെ നോക്കിയാലും ഇലകൾ കൊഴിഞ്ഞു കിടക്കുന്ന സ്ട്രീറ്റ് ആയിരിക്കും നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ഒരു വീടിന് ഒരു പ്രേതാലയ ലുക്ക് കൊടുക്കുന്നതിൽ ഈ ഇലകൾക്ക് വലിയൊരു പങ്ക് തന്നെയുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു ഹോണ്ടഡ് ഹൗസിലെ ഡെക്കറേഷൻസ്. ഇനി ഞങ്ങൾ അടുത്തുള്ള സ്ട്രീറ്റിലോട്ട് നടന്നു പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് കുറേ കുട്ടിപ്പട്ടാളത്തിനെ കണ്ടു.
അപ്പോൾ അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. സ്കൂൾ കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന കുട്ടികളായിരുന്നു. എല്ലാവരും ഹാലോവീൻ കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ടായിരുന്നു. അന്നത്തെ ദിവസം എല്ലാ കുട്ടികളും ക്ലാസ് കഴിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ടായിരിക്കും. കാരണം ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് ട്രിക്ക് ഓർ ട്രീറ്റിന് പോകാൻ വേണ്ടിയിട്ട്. ഹാലോവീൻ ഫെസ്റ്റിവലുമായിട്ട് ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട ആചാരമാണ് ട്രിക്ക് ഓർ ട്രീറ്റ്. ഹാലോവീൻ കോസ്റ്റ്യൂം ഇട്ടിട്ട് കുട്ടികൾ വീടുകളായ വീടുകൾ കയറി ഇറങ്ങുന്നു. ആ വീട്ടുകാരാകട്ടെ വരുന്ന കുട്ടികൾക്ക് സ്വീറ്റ്സ് ഒക്കെ കൊടുക്കുന്നു. കുട്ടികൾക്കെല്ലാം സ്വീറ്റ്സ് കൊടുക്കുന്നതിനെയാണ് ട്രീറ്റ് എന്ന് പറയുന്നത്. ചില കുട്ടികൾ ചില വീടുകളിൽ പോകുമ്പോൾ അവരവിടെ നിന്ന് ഒന്നും കൊടുക്കാറില്ല. അങ്ങനെയുള്ള വീടുകൾ ഈ കുട്ടികൾ നോക്കി വെച്ചിട്ട് ആ വീടുകളിൽ കല്ലെറിയുകയോ മുട്ട എറിയുകയോ ടോയ്ലറ്റ് പേപ്പർ എറിയുകയോ അങ്ങനെയുള്ള ട്രിക്കെല്ലാം ഇവർ കാണിക്കാറുണ്ട്. ഈ വർഷം ഒരുപാട് വെറൈറ്റി ഹാലോവീൻ ഡെക്കർ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഈ ഒരു മുതലിനെ കണ്ടപ്പോൾ സത്യത്തിൽ പേടിച്ചു പോയി. ഇതൊരു യഥാർത്ഥ ആളാണോ പ്രതിമയാണോ എന്നെനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. വീടിന് മുന്നിൽ ഊഞ്ഞാലാടുന്ന പ്രേതങ്ങളും മരത്തിലൊക്കെ ഒരുപാട് പ്രേതങ്ങൾ ഇങ്ങനെ തൂങ്ങി ആടുന്നുണ്ടായിരുന്നു. പിന്നെ നല്ല കാറ്റും കൂടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രേതങ്ങളെല്ലാം നന്നായിട്ട് ആടുന്നുണ്ടായിരുന്നു. കാറ്റ് കാരണം ചില വീടിന് മുന്നിലൊക്കെ അവർ ഡെക്കറേഷൻസ് ഒക്കെ പതിയെ പതിയെ എടുത്ത് വെക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. സ്ട്രീറ്റിലൊക്കെ കറങ്ങി തിരിഞ്ഞ് ഞങ്ങൾ ഹോണ്ടഡ് ഹൗസിലെത്തി. അപ്പോൾ ലൈറ്റ്സൊക്കെ ഓണാക്കി. ചില പ്രേതങ്ങളൊക്കെ അനങ്ങി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ശവപ്പെട്ടിയൊക്കെ തുറന്ന് പ്രേതങ്ങളൊക്കെ ഇങ്ങനെ പുറത്ത് ചാടുന്ന എഫക്റ്റൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഒളിച്ചിരുന്ന പ്രേതങ്ങളൊക്കെ നമ്മുടെ മുന്നിലോട്ട് ചാടി വീഴുന്ന ടൈപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ കൗതുകത്തോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പ്രേതം ഇങ്ങനെ മുന്നിലോട്ട് ചാടി വീഴുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് കൊച്ചു കുട്ടികളൊക്കെ കരയുന്നുണ്ടായിരുന്നു.
ഇന്നത്തെ ഹാലോവിൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക്